അപ്പോൾ ഇനി കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ ചൂട് കൂടുതലുണ്ട്. 2 ദിവസത്തേക്ക് ഒരു മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്തുകാരുടെ വിശ്വാസം അനുസരിച്ച് ഒരു മഴ പെയ്ത്, അതെ, അമ്മമ്മയൊക്കെ പറയുന്നുണ്ട് എപ്പോഴും. പക്ഷെ അതൊക്കെ പെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഈ വിശ്വാസമില്ലായ്മയൊക്കെ അവിടെ നിന്നാലും തലേദിവസം ഒരു മഴ പെയ്ത് ശുദ്ധിയാക്കും എന്നാണ് പറയാറ്. വെള്ളം വീണ് അവിടെ ഒന്ന് ശുദ്ധിയാക്കി അതിന് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. കാരണം നമ്മൾ വഴിയോരത്താണ് ഇടുന്നത്. നഗരസഭയുടെ ഭാഗത്തുനിന്നുള്ള ശുചീകരണത്തിന് അപ്പുറത്തേക്ക് ദേവിയായിട്ട് കളിച്ചിട്ട് പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഇന്നലെ പക്ഷെ എനിക്ക് മഴ പെയ്തില്ല, പക്ഷെ വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. മിനിയാന്നൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ചെറിയ മഴയൊക്കെ മിനിയാന്ന് പെയ്തു. അതുകൊണ്ട് അന്തരീക്ഷം കുറച്ച് ചൂടൊക്കെ കുറഞ്ഞിട്ടായിരുന്നു ഇന്നലെ ഇരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പൊങ്കാല ഇടുന്നവരോട്, ഇത് കാണുന്നവരോടൊക്കെ പറയാനുള്ളത് വളരെയേറെ ശ്രദ്ധിക്കണം. തീയാണ്. അപ്പോൾ കുട്ടികളെ പരമാവധി അടുപ്പിനടുത്തേക്ക് പോകാതിരിക്കാൻ സൂക്ഷിച്ച് അവരെ മാറ്റി നിർത്തണം. ധരിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്ന് തീ പടരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം ചൂട് കൂടുന്നതിനനുസരിച്ച് നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഹ്യൂമിഡ് ആവാൻ സാധ്യതയുണ്ട്. ഈ മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുമ്പോൾ നമ്മൾ അറിയില്ല ചൂട് കൂടുന്നതും ശരീരം ക്ഷീണിക്കുന്നതും ഒന്നും അറിയില്ല. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായി നിങ്ങളെ ഇങ്ങോട്ട് അയച്ച, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ സമാധാനമായി തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സുരക്ഷിതമായി തിരിച്ചു പോകേണ്ടത് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ മുഴുവൻ ഒരു ആഗ്രഹമാണ്. ഗതാഗത ക്രമീകരണം ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയിട്ടുണ്ട് ശ്രീജ. ഇന്നലെ 12 മണി മുതൽ ഉണ്ട്. ഒപ്പം സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം വേറെ. ഗതാഗത ക്രമീകരണം നഗരത്തിൽ ഇന്നലെ തുടങ്ങി ഇന്ന് രാത്രി 8 മണി വരെ ഉണ്ട്. അപ്പൊ അത് പോലീസ് പറയുന്ന അനുസരിച്ച് നമ്മൾ ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ ഇതുവഴി പോകാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷെ അത് അവര് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിൽ അവർ പറയുന്ന അനുസരിച്ച് പോകുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. ഞാൻ 2005-ലാണ് തിരുവനന്തപുരത്ത് പ്രായം മനസ്സിലാക്കി 2005 വരുമ്പോഴാണ് ഞാൻ ആദ്യം ഈ പൊങ്കാലയെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. ഇവിടുത്തെ ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഈ താലപ്പൊലി എടുക്കുന്ന കുട്ടികളെ മുഴുവൻ അവിടെ ഇവിടെയൊക്കെ ആയി കാണാം. നല്ല സുന്ദരികളായി അണിഞ്ഞൊരുങ്ങി വരുന്ന ഭവ്യ നേരത്തെ ഒരു കുട്ടിയെ കാണിച്ചു തന്നില്ല. അതുപോലെ ഇവിടെ മുഴുവൻ അങ്ങനത്തെ കുട്ടികളെ അവിടെ എവിടെയായിട്ടൊക്കെ കാണാം. നിങ്ങളുടെയൊക്കെ ഒരു അശ്വതയുടെ ഒക്കെ ഒരു പൊങ്കാല ഓർമ്മ, ഏറ്റവും ഫസ്റ്റ് ഓർമ്മ ഏതായിരിക്കും? ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ഓരോ പ്രായക്കാർക്കും ഞാൻ തിരുവനന്തപുരത്തുകാരെ വെച്ച് പറയാം. കാരണം അവർക്കാണ് അത് ഏറ്റവും അടുത്ത് നിന്ന് അതെ. ഈ ഇവിടെ ഉള്ള ഓരോ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും, ഒരുപക്ഷെ ശ്രീജയ്ക്ക് അറിയോ, ഇവിടെ ആദ്യമായിട്ടൊരു പെൺകുട്ടി കൗമാരത്തിൽ സാരി ഉടുക്കുന്ന ചിലപ്പോൾ പൊങ്കാലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ സാരി ഉടുക്കുന്ന അടുത്ത പൊങ്കാലയ്ക്ക് ഞാൻ സാരി ഉടുക്കും. അപ്പൊ പാവാടയിൽ നിന്ന് സാരിയിലേക്ക് മാറുന്ന ഒരു കാലം കൂടിയായി പൊങ്കാല. തീർച്ചയായിട്ടും താലപ്പൊലി എടുക്കുമ്പോൾ ഫ്രോക്ക് ആയിരിക്കും ചിലപ്പോ. നമ്മൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അത്രയും ചെറുതാണ്. പിന്നെ നമുക്ക് ഒരുങ്ങാം, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളുണ്ടാവില്ല. അതെ, ശരിക്കും ആ ജണ്ടും ആ കിരീടം, അതായത് മയിൽപ്പീലി കുത്തിയൊരു കിരീടമുണ്ട്. ആ കിരീടമൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നമ്മളൊക്കെ ഒരുപാട് തവണ പിന്നെ ഇവിടെ എനിക്ക് 90% പെൺകുട്ടികളും തിരുവനന്തപുരത്ത് ജനിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വ്രതം ഉണ്ടാവും. താലപ്പൊലി 10 വയസ്സിന് താഴെയുള്ള ചെറിയ പെൺകുട്ടികളാണ് ഈ താലപ്പൊലി എടുക്കുക. ദേവിക്ക് ഇഷ്ടമാണ് തട്ടം നിവേദിക്കുന്നത്. അപ്പൊ അവരുടെ തട്ടത്തില് അരിയും ദേവിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും പൂക്കളും ചന്ദനവും അങ്ങനെ എല്ലാം ഉണ്ടാവും. അത് ദേവിയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നതായിട്ടാണ്. അപ്പൊ നമ്മൾ ആ തട്ടം എടുത്ത് വിളക്കൊക്കെ ആയിട്ട് ദേവിക്ക് സമർപ്പിക്കുന്നതായിട്ടാണ്. ഒപ്പം പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ട് കുത്തിയോട്ടം. അപ്പൊ ജനിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ നേർച്ച നേര് വരും. അപ്പൊ ഞാൻ കുത്തിയോട്ടത്തിന് വ്രതം എടുപ്പിച്ചേക്കാം. അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഈ മംഗല്യ ഭാഗ്യം അങ്ങനെയൊക്കെ അവരുടെ കുടുംബജീവിതം നന്നാകാനൊക്കെയാണ് ആ രീതിയിലാണ് അവർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർ വ്രതം എടുത്തിട്ട് അവർ 7 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞൊരു ലൈഫിന്റെ ഒരു ഇതും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മളിത് വിശ്വാസത്തിന്റെ മാത്രം ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് അവർ ആ പ്രായത്തിൽ മാറി നിൽക്കുകയാണ്. അപ്പൊ 7 ദിവസവും ദേവീദാസന്മാരായിട്ട് ഇവിടെ തന്നെ തുടരുകയാണ്. അതിനുശേഷം ചൂരൽകുത്ത് എന്ന് പറയുമ്പോൾ അത് പ്രതീകാത്മകമാണ്. കുത്തുന്നത് ഈ പുറകില് 2 കമ്പി, വളച്ച കമ്പിയാണ് കുത്തുന്നത്. അപ്പൊ ഇന്ന് കുത്തിയോട്ട ബാലന്മാർക്കും ഇന്ന് പ്രധാനപ്പെട്ട ദിവസമാണ്. അവര് 1008 നമസ്കാരം ഇന്നത്തെ ദിവസത്തോടെ അവർ പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് രാത്രി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് അകമ്പടി പോകുന്ന അവരുടെ ദേവിയുടെ ഭടന്മാരാണ് ഈ കുത്തിയോട്ട ബാലന്മാർ. അവര് നാളെ പുലർച്ചെ തിരിച്ചെത്തുന്നതോടെയാണ് സത്യത്തിൽ ഇവിടെ പൊങ്കാല ഉത്സവങ്ങൾക്ക്, പൊങ്കാല ചടങ്ങുകൾക്ക് പൂർത്തിയാവുന്നത്. ഇനി നമ്മൾ ഇത്തിരി ഒരു ചരിത്രത്തിലേക്ക് വന്നാൽ നമ്മുടെ പിറകിലുള്ളതാണ് ഈ തോറ്റം പാടുന്ന സ്ഥലം. ഈ തോറ്റം പാടുന്ന സ്ഥലത്ത് കഴിഞ്ഞ 9 ദിവസമായി തോറ്റം പാട്ട്, അത് കണ്ണകി ചരിതമാണ് തോറ്റം പാട്ട്. ആ കണ്ണകി ചരിതത്തിൽ
കോവലിനും കണ്ണകിയും. പക്ഷെ അത് ഇതിൽ പറയുന്നത് തോറ്റമ്പാട്ടായിട്ട് പറയുമ്പോൾ പാലകനും കന്നിയുമാണ് പറയുന്നത്. പാലകനും കന്നിയും തമ്മിലുള്ള വിവാഹത്തിൽ തുടങ്ങി ഇന്നത്തെ ദിവസം ഈ പൊങ്കാലയ്ക്ക് തൊട്ടു മുൻപ് നടക്കുന്നത് ആ കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിനെ കണ്ണകി നിഗ്രഹിക്കുന്ന ഭാഗമാണ്. നിഗ്രഹിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് രോഷാകുലിയാണ് ദേവി. ആ ദേവിയുടെ രോഷം ശമിപ്പിക്കാൻ വേണ്ടി ഈ സ്ത്രീകൾ മുഴുവൻ ചേർന്ന് പൊങ്കാലയിട്ട് ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയുടെ രോഷം ശമിപ്പിക്കുന്നു എന്നതാണ് വിശ്വാസം. തിളയ്ക്കുന്ന പൊങ്കാലയിൽ ദേവിയുടെ രോഷം ശമിക്കുമെന്നാണ്. അതാണ് നമ്മൾ ആ പൊങ്കാല തിളയ്ക്കുമ്പോൾ ഒന്ന് കൊരവിട്ട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അത് വീണ്ടും അടുത്ത ദീപാരാധന എല്ലാവരും അത്രയും മന്ത്രം ജപിച്ചുകൊണ്ട് അത്രയും നാമം ജപിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച, ഭക്തി നിർഭരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് തരാൻ കഴിയുന്നത്. പുറത്ത് ഇവിടെ തൊഴുതു മടങ്ങിയവരുണ്ടാകും, ഇന്നലെ ദേവിയെ കണ്ട് മടങ്ങിയവരുണ്ടാകും. അവർ പൊങ്കാലയ്ക്കായുള്ള തയ്യാറെടുപ്പുകളിലാണ്. പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം എല്ലാം പുതിയത് വേണം എന്നൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയതാണ്. അല്ല, പൊങ്കാല കലം, പൊങ്കാല സാരി, അതൊക്കെ ശരിക്കും കോടി ഉടുക്കണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അലക്കി വൃത്തിയായ വസ്ത്രം ധരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എങ്കിൽ പോലും ഇപ്പൊ പൊങ്കാല കിറ്റാണെങ്കിലും ഒക്കെ അതിനകത്ത് സാരിയും കലവും ചട്ടിയും തവിയും എല്ലാം വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ FM-ലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പരസ്യം എന്തായിരിക്കും അറിയോ? പൊങ്കാല കിറ്റിനെ കുറിച്ചായിരിക്കും, പൊങ്കാല സൗകര്യങ്ങളെ കുറിച്ചായിരിക്കും. അങ്ങനെ ഈ നഗരത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ മനുഷ്യന്മാരും ഇന്ന് പൊങ്കാലയ്ക്ക് ഒന്നെങ്കിൽ ഫ്രണ്ടില് അല്ലെങ്കിൽ ബാക്കില് എന്തായാലും പൊങ്കാലയുമായി ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ ദിവസം ബന്ധപ്പെട്ടിരിക്കും എല്ലാ മനുഷ്യന്മാരും. പൊതു അവധിയാണല്ലോ, ഇവിടെ അവധിയാണ്. ഇവിടെയുള്ള ആളുകൾ കടകളൊക്കെ അടച്ച് ഒന്ന് റിലാക്സ് ചെയ്യുന്ന ആണുങ്ങൾ ഇന്നലെ ഒരു സുഹൃത്ത് ഷിബു ഗംഗാധരൻ അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര രസകരമായി തോന്നി. എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ ഈ പൊങ്കാലയുടെ അടുത്ത ദിവസങ്ങളിൽ ഭാര്യ നിങ്ങളോട് ചിലപ്പോൾ പറയും ഒന്ന് പോയി വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമെന്ന് പറയും. അതൊരു കെണിയാണ്, സൂക്ഷിക്കണമെന്ന്. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ പോക്കിൽ ആദ്യം പറയുക കുറച്ച് ശർക്കര വാങ്ങണേന്നായിരിക്കും, അതിന്റെ അടുത്തത് അരി വാങ്ങണേ, പഴം വാങ്ങണേ, അത് കഴിയുമ്പോൾ കുറച്ച് പൂ വാങ്ങണം, ഇല വാങ്ങണം, അത് കഴിയുമ്പോൾ ഇഷ്ടിക വാങ്ങണം, നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, ഫ്രണ്ടിനുള്ള സാധനം വാങ്ങണം, ചൂട്ടും കൊതുമ്പും വാങ്ങണം. ചുരുക്കത്തിൽ ഒരു വലിയ ലോറിയുമായി പോയി ട്രിപ്പ് അടിക്കേണ്ട അവസ്ഥയാവും. അത് കാരണം ഇന്നത്തെ ദിവസം പോയി കുരുക്കിലൊന്നും വീഴരുത് ഇങ്ങനെ പറഞ്ഞ് കേട്ടാൽ അവിടെ നമുക്ക് ഗതാഗത നിയന്ത്രണത്തിന്റെ കാര്യം കൂടി ഒന്ന് പോവാം. ഇപ്പോൾ പണ്ടാര അടുപ്പ് തയ്യാറാക്കുന്ന ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ പണ്ടാര അടുപ്പിലാണ് 10:15 ആദ്യം തീ പകരുക. അതിനുശേഷം ഇവിടെ ചുറ്റുമുള്ള എല്ലായിടത്തേക്കും തീ വിടരും. ആ ഒരു നിമിഷത്തിന് കാത്തിരിക്കുകയാണ് ആളുകൾ എന്നുള്ളതാണ്. എന്തായാലും ആ സമയത്തിലേക്ക് അടുക്കുന്നു. ഇനി ഉള്ള സമയം വളരെ ഭക്തരെ സംബന്ധിച്ച് 6:45 ആയുള്ളൂ. പക്ഷെ ഈ സമയം പെട്ടെന്ന് പോകും. ശ്രീജ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ പടപടപെടാൻ എല്ലാരും ചെയ്ത് പൂർത്തിയാക്കി ആ കാലൊക്കെ അത് രസമാണ്. അപ്പൊ ആ ഒരു പണ്ടാരടുപ്പിലേക്ക് ഉള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ കാണുന്നത്. ഈ തോറ്റമ്പാട്ട് പാടുന്ന അതിനു മുന്നിലാണ് ഈ പണ്ടാരടുപ്പ് തയ്യാറാക്കുക.